Good morning, students. I think all of you are fine and safe at home. Today I would like to teach you class 8 GK. You take your GK text, page 10, historic speeches. Okay. Given below are a few experts for some famous speeches in history. Read them closely. Each contains a plea for a better world order. Write the names of people who gave these speeches. The pictures will serve as clues. Okay. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പേജ് 10-ൽ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതാണ് പിക്ചേഴ്സാണ് കുറേ ഫേമസ് ലീഡേഴ്സിൻ്റെ പിക്ചേഴ്സാണ്. അവർ നടത്തിയിട്ടുള്ള ഹിസ്റ്റോറിക് സ്പീച്ചസ്. ഓക്കെ, ആ ഹിസ്റ്റോറിക് സ്പീച്ചസിനകത്തുനിന്ന് കുറച്ച് സെൻറ്റൻസുകളാണ് അവിടെ തന്നിരിക്കുന്നത്. ആ സെൻറ്റൻസ് വെച്ചുകൊണ്ട് ആരാണ് ആ സ്പീച്ച് നടത്തിയതെന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us start. This is page 10, historic speeches. Can you see the picture? Okay, these are the pictures of famous leaders. Okay, first one, the Parliament of Religions has shown anything to the world. It is this. It proved to the world that holiness, purity and charity are not the exclusive possessions of any church in the world, and that every system has produced men and women of the most excellent character. അതായത് ഇത് ഒരു ഹിസ്റ്റോറിക് സ്പീച്ചിനകത്തുള്ള കുറച്ച് ഭാഗമാണ്. ഇത് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് വിവേകാനന്ദ. വിവേകാനന്ദയാണ് ഇങ്ങനെ പറഞ്ഞത്. സോ ദ പിക്ചർ ഓഫ് വിവേകാനന്ദ, ക്യാൻ യു സീ ദ പിക്ചർ ഓഫ് വിവേകാനന്ദ? ഓക്കെ, ദിസ് ഈസ് വിവേകാനന്ദ. ഓക്കെ, സെക്കൻഡ് വൺ, we should have but one desire today, the desire to die so that India may live, the desire to face martyr's death, so that the path to freedom may be paved with the martyr's blood. അതായത് എനിക്ക് ഒരു ഡിസയറുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തെന്നാൽ ടു ഡൈ സോ ദാറ്റ് ഇന്ത്യ മേ ലീവ്. അതായത് ഞാൻ മരിച്ചാലും ഇന്ത്യ ജീവിക്കണം. ഓക്കെ, ഇന്ത്യ എന്ന രാജ്യം അതായത് ഇന്ത്യയുടെ ഫ്രീഡം എന്ന് പറയുന്നത്, ഫ്രീഡത്തിലേക്കുള്ള ആ ഒരു പാത്ത്, ആ ഒരു വഴിയെന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ രക്തത്താൽ നിറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് Subhash Chandra Bose. Answer is Subhash Chandra Bose. Can you see the picture? This is Subhash Chandra Bose. Okay. And third one, long years ago we made a trust with the destiny, and now the time comes when we share freedom, our pledge not wholly or full measure, but very substantially at the stroke, the midnight hour, when the world sleeps, India will awake to life and freedom. അതായത് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ഉണർന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓക്കെ, ആൻസർ ഈസ് ജവഹർലാൽ നെഹ്റു. തേർഡ് വൺ, ജവഹർലാൽ നെഹ്റു. ഓക്കെ, ക്യാൻ യു സീ ദ പിക്ചർ? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ജവഹർലാൽ നെഹ്റു. നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ ജി കെയുടെ ടെക്സ്റ്റ് വെച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫോർത്ത് വൺ, ആൻഡ് സോ മൈ ഫെലോ അമേരിക്കൻസ്, ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ask what you can do for your country. My fellow citizens of the world, ask not what America will do for you, but what together we can do for the freedom of man.
ഓക്കെ, ഇത് ആര് പറഞ്ഞതാണ്? ഇത് ആരുടെ സ്പീച്ചിനകത്തുള്ളതാണ്? ഫോർത്ത് വൺ ഈസ് ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡിയാണ് ഇങ്ങനെ ഹിസ്റ്റോറിക് സ്പീച്ച് നടത്തിയത്. ഓക്കെ, ക്യാൻ യു സീ ദ പിക്ചർ? ദിസ് ഈസ് ജോൺ എഫ് കെന്നഡി. ആൻഡ് ഫിഫ്ത്ത് വൺ, I have a dream that my 4 children will one day live in a nation where they will not be judged by the color of their skin but by the content of their character. അതായത് എനിക്ക് ഒരു സ്വപ്നമുണ്ട്. എൻ്റെ സ്വപ്നം എന്തെന്നാൽ എൻ്റെ 4 കുട്ടികളും അതായത് ഒരു രാജ്യത്ത് ജീവിക്കുവാണെങ്കിൽ ആ രാജ്യത്ത് അവരെ ഒരിക്കലും അവരുടെ സ്കിന്നിൻ്റെ കളറിനനുസരിച്ച് ജഡ്ജ് ചെയ്യരുത്. അവരെ ജഡ്ജ് ചെയ്യണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജ് ചെയ്യേണ്ടത്? ദ കണ്ടന്റ് ഓഫ് ദെയർ ക്യാരക്ടർ. യെസ്, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആൻസർ ഈസ് മാർട്ടിൻ ലൂതർ കിങ്. ഓക്കെ, ദിസ് ഈസ് മാർട്ടിൻ ലൂതർ കിങ്. ആൻഡ് സിക്സ്ത് വൺ, ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ മാർട്ടിൻ ലൂതർ കിങ് ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് മൈ ലൈഫ് ടൈം I have dedicated myself to this struggle of the American people. I have cherished the ideal of a During my lifetime, I have dedicated myself to this struggle of the African people. I have cherished the ideal of a democratic and free society in which all persons live together in harmony and with equal opportunity. It is an ideal which I hope to live for and to achieve. But if needs be, it is an ideal for which I am prepared to die. അതായത് ആഫ്രിക്കൻ പീപ്പിളിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത ഒരു ഫ്രീഡം ഫൈറ്റർ അല്ലെങ്കിൽ ഒരു വേൾഡ് ഫേമസ് ലീഡറിൻ്റെ വാക്കുകളാണത്. ഓക്കെ, ഇത് ആരുടെ വാക്കായിരിക്കും? ആഫ്രിക്കൻ പീപ്പിൾസിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തെന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാകും. ആൻസർ ഈസ് നെൽസൺ മണ്ടേല. ഓക്കെ, ക്യാൻ യു സീ ദ പിക്ചർ? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് നെൽസൺ മണ്ടേല. സോ സിക്സ്ത് വൺ ആൻസർ ഈസ് നെൽസൺ മണ്ടേല. ഓക്കെ. And seventh question, at whatever level we are changing the balance of power in favor of the poor and the woman. One step is enough, step by step. Okay. Seventh one, answer is Elab Hut. Can you see the picture? This is Elab Hut. Okay. So this much for today. You study well. We will meet in the next class. Thank you.